നമസ്കാരം. തെരഞ്ഞെടുപ്പ് രംഗത്തെ ചൂടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി പീപ്പിളിന്റെ പ്രതിദിന തെരഞ്ഞെടുപ്പ് പരിപാടിയായ അങ്കച്ചൂടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി കേവലം 15 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. 20 മണ്ഡലങ്ങളിലും വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ആദ്യം നമുക്ക് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വിശേഷങ്ങളിലേക്ക്. ആറ്റിങ്ങലിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളും മണ്ഡല പര്യടനത്തിന്റെ തിരക്കിലാണ്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്ത് വർക്കല മണ്ഡലത്തിലും UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ആറ്റിങ്ങൽ മണ്ഡലത്തിലും BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കാട്ടാക്കട മണ്ഡലത്തിലുമാണ് ഇന്ന് പര്യടനം നടത്തിയത്. പ്രധാനമായും വാഹന പര്യടനമാണ് 3 സ്ഥാനാർത്ഥികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ബൂത്തിലും എത്തി പ്രവർത്തകരിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. രാവിലെ മുതൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ കാത്തു നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരോടും ബഹുജനങ്ങളോടും സംവദിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ മുൻപോട്ട് പോകുന്നത്. ഇന്ന് ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ എ സമ്പത്ത്, അദ്ദേഹം വർക്കല നിയോജക മണ്ഡലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പര്യടനം നടന്നത്. വർക്കല വെട്ടൂർ ഫിഷർമാൻ കോളനിയിൽ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പര്യടനം ഇന്ന് ആരംഭിച്ചത്. കനത്ത ചൂടിലും വകവെക്കാതെ നിരവധി പാർട്ടി പ്രവർത്തകരാണ് അദ്ദേഹത്തിൻ്റെ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രി വളരെ വൈകിയും നമുക്ക് റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വീകരണ പരിപാടികൾ തുടരുകയാണ്. ഇന്ന് രാത്രി ഏറെ വൈകി ആറ്റിങ്ങലിലെ വർക്കലയിലെ നടയറയിൽ അദ്ദേഹത്തിൻ്റെ സ്വീകരണ പരിപാടി അവസാനിക്കും. വി ജോയി MLA ആണ് രാവിലെ അദ്ദേഹത്തിൻ്റെ സ്വീകരണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഉച്ചവെയിലിൻ്റെ ഒരു അല്പം കാഠിന്യം കൂടുന്ന ഘട്ടത്തിൽ പര്യടന തിരക്കുകൾക്ക് അല്പം അവധി നൽകിക്കൊണ്ടാണ് അവരുടെ UDFൻ്റെ പര്യടനം നടക്കുന്നത്. വൈകുന്നേരം ഉച്ചയോടുകൂടി സമാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 2-2.5 മണിക്കൂറിലേറെ ഇടവേളയുണ്ട്. 4 മണിയോടുകൂടിയാണ് പിന്നീട് പര്യടനം ആരംഭിക്കുന്നത്. ഇപ്പോൾ അവരുടെ പര്യടനം UDF സ്ഥാനാർത്ഥിയുടെ പര്യടനവും ഇപ്പോൾ നടക്കുകയാണ്. രാത്രി വളരെ വൈകി വക്കം പണയിൽ കടവിലാണ് അടൂർ പ്രകാശിൻ്റെ സ്വീകരണ ഇന്നത്തെ അവസാനത്തെ സ്വീകരണ കേന്ദ്രം. BJPയുടെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ഇന്ന് കാട്ടാക്കട മലയൻകീഴ് ഭാഗത്താണ് പ്രധാനമായും അവർ പര്യടനം നടക്കുന്നത്. നരുവാമൂട് നിന്നും പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. BJPയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ വിളവൂർക്കലിലാണ് അവരുടെ ഇന്നത്തെ പര്യടനം നടക്കുന്നത്. എന്തായാലും 3 സ്ഥാനാർത്ഥികളും വളരെ സജീവമായി ചൂടിനെ വകവെക്കാതെ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ശക്തമായ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി തന്നെ അവിടെ സൃഷ്ടിക്കാൻ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള BJP സ്ഥാനാർത്ഥികൾക്ക് കഴിയുന്നുണ്ട്. ഒപ്പം എന്നാൽ മണ്ഡലത്തിലെ ജനങ്ങളുമായുള്ള അഭേദ്യമായ ബന്ധമാണ് ഡോക്ടർ എ സമ്പത്തിൻ്റെ കൈമുതൽ. അടൂരുകാരനായ അടൂരിൽ നിന്നെത്തിയ അടൂർ പ്രകാശിന് താൻ മുമ്പ് മന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളാണ് പ്രധാനമായും അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. അട്ടിമറികൾ സംഭവിക്കുമെന്നതാണ് UDFൻ്റെയും പ്രതീക്ഷ. എന്തായാലും 3 സ്ഥാനാർത്ഥികളും വളരെ ശക്തിയോടുകൂടിയുള്ള പ്രചരണമാണ് ഇപ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തിയാൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇന്ന് കുണ്ടറ മണ്ഡലത്തിൽ പര്യടനം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും രാഷ്ട്രീയ ചതികളും സൂചിപ്പിച്ചുകൊണ്ടാണ് ബാലഗോപാൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ചവറയിലും BJP സ്ഥാനാർത്ഥി VK സാബു കുണ്ടറ മണ്ഡലത്തിലും വോട്ട് അഭ്യർത്ഥിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പന്ന്യൻ രവീന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ ഇന്ന് വിവിധ പ്രദേശങ്ങളിൽ പൊതുയോഗങ്ങളിൽ സംസാരിച്ചു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇന്ന് കുണ്ടറ മണ്ഡലത്തിലാണ് അദ്ദേഹം പര്യടനം നടത്തിയത്. രാവിലെ കരിക്കോട് നിന്ന് ആരംഭിച്ച പര്യടനം കുണ്ടറ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയും പല സ്വീകരണ പരിപാടികളിലും പങ്കെടുക്കുകയും ചെയ്തു. നിരവധി പേരാണ് അദ്ദേഹത്തിന് സ്വീകരണം നൽകാനായി എത്തിയിരുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, അതുപോലെ സാമൂഹിക അവസ്ഥ, സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള നേട്ടങ്ങൾ, പാവപ്പെട്ടവരെ സഹായിച്ച പദ്ധതികൾ, അങ്ങനെ നവോത്ഥാന മൂല്യങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് KN ബാലഗോപാൽ തനിക്ക് വോട്ട് വേണമെന്ന് അഭ്യർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ഇന്ന് ചവറ മണ്ഡലത്തിൽപ്പെട്ട കൊല്ലം കോർപ്പറേഷന്റെ പരിധിയിലുള്ള ശക്തികുളങ്ങര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇന്ന് വോട്ടഭ്യർത്ഥിച്ച് പര്യടനം നടത്തിയത്. അതേസമയം ഇന്ന് BJP സ്ഥാനാർത്ഥി VK സാബു അദ്ദേഹവും ഇന്ന് കുണ്ടറ മണ്ഡലത്തിന്റെ വിവിധ പഞ്ചായത്തുകളിലും മറ്റും സ്വീകരണങ്ങൾ നടത്തി. കുണ്ടറ മണ്ഡലത്തിൽ മാത്രം ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചിട്ടാണ് BJPയുടെ പര്യടനം. അതേസമയം തന്നെ ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ, ഇടതുപക്ഷ നേതാക്കൾ ഇന്ന് പ്രചരണമായി വിവിധ സ്ഥലങ്ങളിൽ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് ഇനി 15 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ പത്തനംതിട്ടയിലെ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലായ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന് പിന്തുണയുമായി VS അച്യുതാനന്ദൻ അടക്കമുള്ള
ദേശീയ സംസ്ഥാന നേതാക്കൾ നാളെ മുതൽ മണ്ഡലത്തിൽ എത്തിച്ചേരും. കടുത്ത ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ 3 മുന്നണികളിലെ സ്ഥാനാർത്ഥികളും കടുത്ത പ്രചരണ ചൂടിൽ തന്നെയാണ്. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ പര്യടനം ഇന്ന് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലായിരുന്നു. മണ്ഡലത്തിലെ 35 സ്വീകരണ കേന്ദ്രങ്ങളായിരുന്നു വീണ ജോർജിന് സ്വീകരണം ഒരുക്കിയിരുന്നത്. വളരെ വൈകാരികമായ സ്വീകരണം തന്നെയാണ് എല്ലായിടത്തും ലഭിക്കുന്നതെന്ന് വീണ ജോർജ് വ്യക്തമാക്കി. വളരെ ആവശ്യകരമായ സ്വീകരണവും പ്രതികരണവുമാണ്. പ്രത്യേകിച്ച് അമ്മമാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള വളരെ വൈകാരികമായി കരഞ്ഞുകൊണ്ട് ജയിച്ചു വരും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ആവശ്യകരമായിട്ടുള്ള പ്രതികരണമാണ് ലഭിക്കുന്നത്. നിശ്ചയമായിട്ടും കർഷകരിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ വളരെ വലുതാണ്. മറ്റ് കക്ഷികളിൽ നിന്ന് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ളവർ പോലും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കും എന്ന് അതിന് വോട്ട് തരും എന്ന് പറഞ്ഞ് മുന്നോട്ട് വരും. മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ നിന്ന് ആറന്മുളയിലും പൂഞ്ഞ മണ്ഡലത്തിലുമായിരുന്നു പര്യടനം നടത്തിയിരുന്നത്. യുഡിഎഫ് സ്ഥാനാർത്ഥി ആന്റണി തിരുവല്ലയിൽ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തിയിട്ടുണ്ടായി. വരും ദിവസങ്ങളിൽ ഇടതുമുന്നണിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ദേശീയ സംസ്ഥാന നേതാക്കളടക്കം ജില്ലയിലേക്ക് എത്തിച്ചേരും. നാളെ വൈകുന്നേരം 4 മണിക്ക് വീണ ജോർജിന് പിന്തുണ അറിയിച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ തിരുവല്ലയിൽ എത്തും. തൃശൂർ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ വാർത്തയാണ് ആദ്യം. ദൈവത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ച NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെ കർശന നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. എന്നാൽ ജില്ലാ കളക്ടർ അനുപമയ്ക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചില BJP നേതാക്കൾ ഇതിനെ നേരിട്ടത്. BJP നേതാക്കളുടെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം മണ്ഡലത്തിൽ ഉയരുന്നതായി തൃശ്ശൂരിൽ നിന്ന് അഭിറാം റിപ്പോർട്ട് ചെയ്യുന്നു. തൃശ്ശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മതം പറഞ്ഞും ദൈവത്തിൻ്റെ പേര് പറഞ്ഞും വോട്ട് പിടിക്കാൻ ശ്രമിച്ചതാണ് സുരേഷ് ഗോപി വിവാദത്തിലായത്. തൃശ്ശൂർ ജില്ലയിൽ നടന്ന റോഡ് ഷോയിന് ശേഷം നടന്ന കൺവെൻഷനിലാണ് വിവാദമായ സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഉണ്ടായത്. താൻ വോട്ട് പിടിക്കുന്നത് ശബരിമല മുന്നിൽ തന്നെയാണെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെയുള്ള നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ മതപരമായോ ജാതിപരമായോ വോട്ട് പിടിക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം പാലിക്കാതെ തുടർന്ന് സുരേഷ് ഗോപിക്ക് ജില്ലാ കളക്ടർ കൂടിയായ തെരഞ്ഞെടുപ്പ് അധികാരി ഇന്നലെ നോട്ടീസ് അയച്ചത്. തുടർന്ന് ഈ നോട്ടീസ് അയച്ചതിൻ്റെ ബാക്കിയായി ഇന്ന് സുരേഷ് ഗോപി നമ്മളോട് പറഞ്ഞത് താൻ ഒരു തരത്തിലും ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്നും ഇത്തരം ഒരു നീക്കം എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും അത് പാർട്ടി വേണ്ട രീതി കൈകാര്യം ചെയ്തുകൊള്ളുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എന്തോ ഒരു ഗതികേടാണ് ഒരു ഭക്തനെ സംബന്ധിച്ച്. ഇഷ്ടദേവന്റെ നാമം എന്ത് ജനാധിപത്യമാണിത്? ജനങ്ങൾ ഇതിനും കൈകാര്യം ചെയ്യും. എന്നാൽ ഈ വിഷയത്തിൽ BJP നേതാവ് ഗോപാലകൃഷ്ണൻ അതിരൂക്ഷമായാണ് വിമർശനം ഉന്നയിച്ചത്. കളക്ടറെ വ്യക്തിപരമായി പോലും അദ്ദേഹം ആക്ഷേപിക്കുകയും ചെയ്തു. കളക്ടർ ദാസ്യപ്പണി ചെയ്യുകയാണെന്നും പിണറായി സർക്കാരിന്റെ ദാസ്യാവരണ ശ്രമമാണ് തൃശ്ശൂർ കളക്ടർ TV അനുഭവം നടത്തുമെന്നും അദ്ദേഹം ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇത് കൂടാതെ കളക്ടർക്ക് നിയമം അറിയില്ലെന്നും അത് പഠിച്ചതിന് ശേഷം മാത്രം നടപടിയെടുത്താൽ മതിയെന്നും അദ്ദേഹം കളക്ടർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. കളക്ടറുടെ നടപടി ശുദ്ധ അസംബന്ധവും വിവരക്കേടുമാണ്. പിണറായി സർക്കാരിൻ്റെ ദാസ്യപ്പണിയാണ് ഈ കളക്ടർ ചെയ്യുന്നത്. എന്തായാലും ജാതിയും മതവും ദൈവവും ഉൾപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കാണ് തൃശ്ശൂർ ജില്ലയിൽ BJP പോകുന്നത്. മറ്റ് വികസന വിഷയങ്ങളോ രാഷ്ട്രീയ വിഷയങ്ങളോ ഉന്നയിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്കാണ് തൃശ്ശൂരിലെ NDA പോയത്. നേരത്തെ തന്നെ തൃശ്ശൂരിൽ സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വങ്ങളും വിവാദങ്ങൾക്കും ഒടുവിലാണ് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി എത്തുന്നത്. NDAക്ക് നൽകിയ സീറ്റ് BJP തിരിച്ചെടുക്കുകയും തുടർന്ന് പല പ്രമുഖരായ BJP നേതാക്കളെ ഒഴിവാക്കിയാണ് കേന്ദ്രത്തിന്റെ അറിവോടുകൂടി സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ എത്തിയത്. എന്തായാലും ആ സുരേഷ് ഗോപി തന്നെ തൃശ്ശൂർ വന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മലയോര ജില്ലയായ ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊള്ളുകയാണ്. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ഇന്ന് പീരുമേട്ടിലും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ദേവികുളത്തുമാണ് ഇന്ന് പര്യടനം നടത്തിയത്. ഇടുക്കിയിൽ നിന്നും സമീർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലനാടും ഇടനാടും ഉൾപ്പെടുന്ന ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലും ശക്തമായിട്ടുള്ള പ്രചാരണം തന്നെയാണ് എങ്ങും. ഇനി എണ്ണപ്പെട്ട നാളുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ഉള്ളത്. കൃത്യമായി 2 ആഴ്ച മാത്രമേ പരസ്യ പ്രചാരണത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക, വോട്ടഭ്യർത്ഥിക്കുക, തങ്ങളുടെ ചിഹ്നം പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമായാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും മുന്നേറുന്നത്. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഇന്ന് പീരുമേട് നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. അദ്ദേഹത്തിന്റെ 4ാം ഘട്ട പ്രചാരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. നാളെ അദ്ദേഹം കോതമംഗലം നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും വോട്ട് അഭ്യർത്ഥിക്കുക. ജോയ്സ് ജോർജിനെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രമുഖരുടെ സാന്നിധ്യമായിരുന്നു ഈ ദിനങ്ങളിലെല്ലാം തന്നെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം CPIM പോൾ ബ്യൂറോ അംഗം MA ബേബി, തുടർന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, തൊട്ടുപിറകെ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും ജോയ്സ് ജോർജിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ മണ്ഡലത്തിൽ എത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ CPIM പോൾ ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, തൊട്ടുപിറകെ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മണ്ഡലത്തിൽ എത്തുന്നുണ്ട്. വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഇടത് ക്യാമ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്.
UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ പ്രചാരണം മൂന്നാം ഘട്ടത്തിലാണ്. ഇന്ന് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചത് ദേവികുളം നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിച്ചത് മുൻ MLA ആയിട്ടുള്ള AK മണിയാണ്. ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് UDFും മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ BDJSന്റെ സ്ഥാനാർത്ഥിയാണ് NDAക്ക് വേണ്ടി ഇടുക്കി മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ബിജു കൃഷ്ണനും വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും ഒരു ഭീഷണി ഉയർത്താവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ള ഒരു പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് BDJSന്റെ സ്ഥാനാർത്ഥിയും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള മത്സരം ഈ മണ്ഡലത്തിൽ ഉണ്ടാകും. ഒരു ത്രികോണ മത്സരം ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും NDA പിടിക്കുന്ന ഓരോ വോട്ടും ഇടത് വലത് മുന്നണികളുടെ വിജയത്തെ അത് കാര്യമായി തന്നെ സ്വാധീനിക്കും. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ NDA സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമുണ്ട്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലും അതിശക്തമായ പ്രചരണമാണ് നടക്കുന്നത്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ. LDF സ്ഥാനാർത്ഥി VN വാസവൻ ഇന്ന് ഇടത് ശക്തി കേന്ദ്രമായ വൈക്കത്തായിരുന്നു പ്രചരണം നടത്തിയത്. UDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ ഏറ്റുമാനൂരിലും NDA സ്ഥാനാർത്ഥി PC തോമസ് കടുത്തുരുത്തിയിലും ഇന്ന് പര്യടനം നടത്തി. കോട്ടയത്തു നിന്നും പ്രശാന്തിന്റെ റിപ്പോർട്ടിലേക്ക്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി VN വാസവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് പ്രധാനമായും നടന്നത് പടിഞ്ഞാറൻ മേഖലയായ വൈക്കം മണ്ഡലത്തിലാണ്. വൈക്കം മണ്ഡലത്തിൽ ആദ്യഘട്ടം 4 പഞ്ചായത്തുകൾ അദ്ദേഹം പര്യടനം നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ചെമ്പ്, മറവൻതുരുത്ത്, തലയോലപ്പറമ്പ് തുടങ്ങിയ ഭാഗങ്ങളെല്ലാം തന്നെയാണ് ഇന്നത്തെ പ്രധാനമായിട്ടും പര്യടനം നടന്നത്. എല്ലായിടത്തും ആവേശകരമായിട്ടുള്ള സ്വീകരണം തന്നെയായിരുന്നു സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. പ്രധാനമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ മണ്ഡലത്തിലെ വിഷയങ്ങളും ശക്തമായ രീതിയിൽ തന്നെ ഉയർത്തുന്നുണ്ട് പ്രചരണത്തിൽ. പ്രത്യേകിച്ച് ഇവിടുത്തെ നിലവിലെ MP ആയിരുന്ന ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് ചേക്കേറിയത് സംബന്ധിച്ച്, പ്രത്യേകിച്ച് ലോക്സഭയിലെ കാലാവധി തീരാൻ 8-9 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയി അദ്ദേഹത്തിന്റെ സ്ഥാനം സുരക്ഷിതമാക്കിയെന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയങ്ങൾ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് മണ്ഡലത്തിന്റെ വികസനമടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയങ്ങൾ, ഇവിടുത്തെ കാർഷിക പ്രശ്നങ്ങളെല്ലാം തന്നെ അവതരിപ്പിക്കുന്നതിൽ MPയുടെ അസാന്നിധ്യം പലപ്പോഴും ഈ മണ്ഡലത്തിന് ഏറെ ദുഷ്കരമായി തീർന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് വലിയൊരു തരത്തിലുള്ള ഒരു പ്രചരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നത്. പ്രത്യേകിച്ച് MPയുടെ അസാന്നിധ്യം മണ്ഡലത്തെ സംബന്ധിച്ച് വളരെയധികം ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്വീകരണം ലഭിക്കുമ്പോൾ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ ആവർത്തിക്കുന്നു. ഒപ്പം ജനങ്ങൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം കൃത്യമായ രീതിയിൽ നിർവഹിക്കുകയും ഇത് പകുതി വെച്ച് ഇട്ടേച്ച് പോകില്ല എന്ന തരത്തിൽ തന്നെ ജനങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിയിരിക്കുന്ന ഈ ഒരു പ്രചരണത്തിന് വൻ സ്വീകാര്യത ലഭിക്കുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ MPയുടെ അസാന്നിധ്യം വലിയൊരു ചർച്ചയായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതും. ഇന്ന് വലിയ ഒരു സ്വീകരണം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. മിക്കയിടങ്ങളും സ്ഥാനാർത്ഥിയെ പരമ്പരാഗതമായ രീതിയിൽ ഒരുപക്ഷെ മാലയിട്ടായിരുന്നു സ്വീകരിച്ചെങ്കിൽ ഇപ്പോൾ സ്വീകരിക്കുന്നത് സ്ഥാനാർത്ഥിക്ക് വ്യത്യസ്ത തരത്തിലുള്ള കാർഷിക വിഭവങ്ങളും അതുപോലെ തന്നെയുള്ള വിവിധ കൊന്നപ്പൂക്കളും എല്ലാം നൽകിക്കൊണ്ടാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരണത്തിൽ തന്നെ ഒരു വ്യത്യസ്തതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണങ്ങളിൽ എല്ലായിടത്തും കാണാനായത്. UDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനാകട്ടെ ഇന്ന് പ്രധാനമായും പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള ഏറ്റുമാനൂർ മണ്ഡലത്തിന്റെ അയ്മനം അതുപോലെ തന്നെ ഉള്ള ഭാഗങ്ങൾ, കുമാരനെല്ലൂർ തുടങ്ങിയ ഭാഗങ്ങളായിരുന്നു പ്രധാനമായും ഇന്ന് പ്രചാരണം നടത്തിയത്. മികച്ച രീതിയിലുള്ള സ്വീകരണം അദ്ദേഹത്തിന് ലഭിച്ചു. ഒപ്പം NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള PC തോമസ് ആകട്ടെ ഇന്ന് പ്രധാനമായും പ്രചരണം നടത്തി കടുത്തുരുത്തി മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലാണ്. കാർഷിക മണ്ഡലമായ കടുത്തുരുത്തിയുടെ വിവിധ പ്രദേശങ്ങളിലൂടെയായിരുന്നു PC തോമസിന്റെ പര്യടനം. ഇപ്പോൾ വലിയൊരു തരത്തിൽ പ്രചരണം ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ദേശീയ നേതാക്കളെല്ലാം തന്നെ ജില്ലയിലേക്ക് എത്തുകയും അതുപോലെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയും നാളെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടും CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നാളെ എത്തുന്നുണ്ട്. നാളെ 4:30 കുമരകത്തും 5:30 പാമ്പാടിയിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ ജനങ്ങളോട് സംസാരിക്കും. എന്തായാലും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് പ്രചരണങ്ങളെല്ലാം തന്നെ മുന്നണികളുടെ പ്രചരണങ്ങൾ മുന്നോട്ട് പോകുന്നതും വലിയ ആവേശത്തിലേക്ക് തെരഞ്ഞെടുപ്പ് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രചരണങ്ങളും തീവാറുന്ന വാക്കുകളും കൊണ്ട് ശ്രദ്ധേയമായ രീതിയിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം വലിയ ഒരു ചൂടിൽ തന്നെ എത്തി നിൽക്കുകയാണ്. വടക്കൻ കേരളത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണം വാശിയോടെ പുരോഗമിക്കുന്നു. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ
മൂന്നാം ഘട്ട പൊതുപര്യടനത്തിന് ആവേശത്തുടക്കം. അഴീക്കോട് നിയോജക മണ്ഡലത്തിലായിരുന്നു ഇന്നത്തെ പര്യടനം. അതേസമയം UDF സ്ഥാനാർത്ഥി കെ സുധാകരനും NDA സ്ഥാനാർത്ഥി CK പത്മനാഭനും പ്രചരണ രംഗത്ത് ഏറെ പിന്നിലാണ്. കണ്ണൂരിൽ നിന്നും സന്തോഷിന്റെ റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുകയാണ്. സ്ഥാനാർത്ഥികളുടെ പൊതുപര്യടനവും അതോടൊപ്പം തന്നെ LDFന്റെ തിരഞ്ഞെടുപ്പ് റാലികളുമാണ് ഇപ്പോൾ പ്രധാനമായും പ്രചരണ രംഗത്ത് കാണാനുള്ളത്. LDFന്റെ പൊതുപര്യടനം മൂന്നാം ഘട്ടം ആരംഭിച്ചു. ആദ്യ 2 ഘട്ടങ്ങളിലും ഉണ്ടായതുപോലെ ആവേശകരമായിട്ടുള്ള സ്വീകരണവും സ്വീകരണ കേന്ദ്രങ്ങളിൽ വലിയ ജനപങ്കാളിത്തവും തന്നെയാണ് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് വോട്ടർമാരെ കാണുന്നത്. LDFന്റെ തിരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ട പര്യടനം ഇന്ന് അഴീക്കോട് നിയോജക മണ്ഡലത്തിലായിരുന്നു LDFന്റെ പര്യടനം. അഴീക്കോട് നിയോജക മണ്ഡലത്തിൽപ്പെട്ട സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ശ്രീമതി ടീച്ചറെ സ്വീകരിക്കാനെത്തി. വലിയ തരത്തിലുള്ള സ്വീകരണം തന്നെയാണ് ശ്രീമതി ടീച്ചർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം MP എന്നുള്ള രീതിയിൽ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ വലിയ രീതിയിലുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ശ്രീമതി ടീച്ചർ വോട്ട് ചോദിക്കുന്നത്. ഒരുപാട് പ്രായം ചെന്നവരും ചെറുപ്പക്കാരും സ്ത്രീകളൊക്കെ ഇവിടെയുണ്ട്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. അതിനർത്ഥം ഞാൻ പറയുന്നത് തന്നെയാണ്, ധാരാളം ആളുകൾ കൂടുതലായിട്ട് വരികയാണ്. അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച് വരണം. അത് സാധാരണ ജയം പോരാ, ഉജ്ജ്വലമായ ഒരു ജയം ഉണ്ടാവണം എന്നുള്ള അതീവ താല്പര്യം ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രകടമായ തെളിവ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും വമ്പിച്ച ജനക്കൂട്ടമാണ്. അതേസമയം തന്നെ UDFനും NDAക്കും ഇതുവരെയും LDFനൊപ്പം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എത്താനായിട്ടില്ല. UDF സ്ഥാനാർത്ഥി കെ സുധാകരനും അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥി CK പത്മനാഭനും പര്യടനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇന്ന് ധർമ്മടം മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥി CK പത്മനാഭൻ പേരാവൂർ മണ്ഡലത്തിലുമാണ് ഇന്ന് പര്യടനം നടത്തിയത്. ഏതായാലും LDFന്റെ ലോക്കൽ തല തിരഞ്ഞെടുപ്പ് റാലികളിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് റാലികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മത്സരത്തിനെത്തിയതോടെ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുകയാണ്. 4ാം ഘട്ട മണ്ഡല പര്യടനത്തിലാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ. തുഷാർ വെള്ളാപ്പള്ളിയും മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. അനൂപ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാഹുൽ ഗാന്ധി എത്തിയതോടെ ദേശീയ ശ്രദ്ധയാകർഷിച്ച വയനാട് മണ്ഡലത്തിൽ പ്രചരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. മണ്ഡലത്തിൽ 3ാം ഘട്ട പ്രചരണം LDF തുടങ്ങിക്കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥി PP സുനീർ ഇന്ന് ബത്തേരി മേഖലയിലാണ് 3ാം ഘട്ട പ്രചരണം തുടങ്ങിയത്. നാളെ മാനന്തവാടിയിൽ പ്രചരണം നടത്തും. ഏതായാലും മണ്ഡലത്തിൽ പ്രചരണത്തിൽ ഏറെ മുന്നിലെത്തിയെന്ന ആത്മവിശ്വാസത്തോടെയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ മുന്നേറ്റം അവസാനം വരെ കാഴ്ചവെക്കാനാകും LDF ശ്രമിക്കുക. NDA മുതൽ UPA വരെ സർക്കാരുകൾ പിന്തുടരുന്ന സാമ്പത്തിക നയങ്ങളും കർഷകരെ ഉൾപ്പെടെ അവ ദുരിതത്തിലാഴ്ത്തിയതും ഉയർത്തിക്കാട്ടിയാണ് LDF പ്രചരണം. ഏകദേശം 5 ലക്ഷത്തോളം ആളുകളെ വിവിധ പരിപാടികളിലായി ഇതിനോടകം കണ്ടു കഴിഞ്ഞു. മഹാഭൂരിപക്ഷം ആളുകളുമായി സംസാരിക്കാനും ഇനിയും ഉള്ള ദിവസം പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ള പ്രചരണ പരിപാടിയിലാണ് LDF മുന്നോട്ട് പോകുന്നത്. വളരെ ആശാവഹമായ പ്രതീക്ഷയുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന്. ഒരു മാറ്റം തീർച്ചയായും ഈ വയനാട് മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ. സ്ഥാനാർത്ഥിത്വമുണ്ടാക്കിയ ആശയക്കുഴപ്പം പതുക്കിയാക്കിയ പ്രചരണം രാഹുൽ എന്ന വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ആ ചിത്രത്തെ ഉയർത്തിക്കാട്ടി മാത്രം മറികടക്കാനാണ് UDF വയനാട് മണ്ഡലത്തിൽ ശ്രമിക്കുന്നത്. ഭവന സന്ദർശനങ്ങളും കുടുംബയോഗങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടാണ് UDF പ്രചരണം ഇപ്പോൾ മണ്ഡലത്തിൽ നടക്കുന്നത്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും സജ്ജമാക്കുന്നതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. പാർലമെന്റ്, നിയോജക മണ്ഡലം, പഞ്ചായത്ത്, ബൂത്ത് തലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ ഇനി നാളെ മുതൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഭവന സന്ദർശനങ്ങളാണ്. രാഹുൽ എത്തിയതോടെ NDA സ്ഥാനാർത്ഥിത്വം തുഷാർ വെള്ളാപ്പള്ളിയിലെത്തി. NDA BDJ സഖ്യം മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ആദ്യഘട്ട നിയോജക മണ്ഡലം കൺവെൻഷനുകളിലാണ് NDA ഇപ്പോൾ. മലപ്പുറത്ത് സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോകൾ നാളെ ആരംഭിക്കും. 1000ഓളം കുടുംബയോഗങ്ങളാണ് ഇരു മുന്നണികളും സംഘടിപ്പിക്കുന്നത്. പോരാട്ട ചിത്രം വ്യക്തമായതോടെ മണ്ഡലത്തിന്റെ മനസ്സിളക്കിയുള്ള പ്രചരണത്തിലാണ് മുന്നണികൾ. മലപ്പുറത്തു നിന്നും KT സ്വാലിക് തയ്യാറാക്കിയ റിപ്പോർട്ട്. സൂക്ഷ്മ പരിശോധന പൂർത്തിയായതിനു ശേഷം 8 സ്ഥാനാർത്ഥികളാണ് മലപ്പുറത്ത് അങ്കത്തട്ടിലുള്ളത്.
പരസ്യ പ്രചരണത്തിന് ഇനി 2 ആഴ്ച, ഏതാണ്ട് 15 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലം ഇളക്കി മറിച്ചുള്ള പ്രചരണങ്ങൾക്കാണ് മുന്നണികൾ വരും ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യുന്നത്. നാളെ മുതൽ LDF UDF സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോകൾ ആരംഭിക്കുകയായി. 1000-ഓളം കുടുംബയോഗങ്ങളാണ് UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി മണ്ഡലത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത്ര തന്നെ LDF സ്ഥാനാർത്ഥി VP സാനുവിന് വേണ്ടിയും കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട്. നാളെ മുതൽ പ്രധാനമായി റോഡ് ഷോകളാണ്. മണ്ഡലത്തിന്റെ വികസനത്തോടൊപ്പം ദേശീയ സംസ്ഥാന നേതാക്കൾ കൂടി ആവേശമായി എത്തിത്തുടങ്ങിയതോടെ ദേശീയ രാഷ്ട്രീയം ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വലിയ സാധ്യതകൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും പ്രചരണ രംഗത്ത് സജീവമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തെത്തിയ SDPIക്ക് വേണ്ടി ഇത്തവണ സംസ്ഥാന അധ്യക്ഷൻ അബ്ദുൽ മജീദ് ഫൈസി തന്നെ കളത്തിലിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ സാമുദായിക വോട്ടുകളിൽ തരംതിരിവുണ്ടാവാതിരിക്കാൻ, ഭിന്നിച്ചു പോവാതിരിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ് UDFും മുസ്ലിം ലീഗും. സാനു ഇന്ന് പെരിന്തൽമണ്ണ, മഞ്ചേരി മണ്ഡലങ്ങളിലാണ് LDF സ്ഥാനാർത്ഥിയുടെ പര്യടനങ്ങളുണ്ടായത്. യുവനിരയിൽ വലിയൊരു ആവേശമുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ വോട്ടർമാർക്കിടയിൽ വലിയൊരു സ്വീകാര്യത അദ്ദേഹത്തിൻ്റെ പ്രചാരണങ്ങളിലും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിക്ക് ഇന്ന് മണ്ഡലത്തിൽ പ്രധാന പര്യടന പരിപാടികൾ ഉണ്ടായിരുന്നില്ല. 2 സ്വകാര്യ പരിപാടികളും വൈകിട്ട് ഒരു റോഡ് ഷോയും മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.